പിന്നെ രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല പോസിറ്റീവ് കമന്റ്സ് മാത്രമാണ് വരുന്നത്. പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ തലയിടാറില്ല. നാടിന്റെ കണ്ണിലുണ്ണിയാണ്. നല്ല ഗേൾ ഫോളോയിങ് ഞാൻ കണ്ടു, ഫാൻ ഫോളോയിങ് നല്ല വണ്ണം ഉണ്ട്. പാട്ട് പഠിക്കൽ എങ്ങനെയാ? ഞാൻ എഴുതി പഠിക്കാറില്ല, പാടി 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 അതങ്ങനെ ബൈഹാർട്ട് ആവും. എന്ത് പറ്റി ഇത്രയും നാളൊരു ഗ്യാപ്പ് വരാൻ? എന്ത് കുട്ടി ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതില നോക്ക, കാരണം ഞാൻ പാട്ടിൽ നോക്കിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടിയിട്ട് പോവാ. അത്ര നല്ലല്ല കേട്ടോ. കോഴിയാണോ? അങ്ങനെയൊന്നുമില്ല. പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പാട്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ തീരുമാനം. ഏത് ഭാഗമായിരുന്നു? ചിറ്റാട്ടുകാരെ പോലത്തെ പോലീസുകാരൊന്നും അറിയിക്കണം. 5 വയസ്സ് മുതൽ പാട്ട് പഠിച്ച് ഇനി ഒരു ഭാവിയിൽ അർജിത് സിംഗ് ആവണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ ടിക്ടോക്ക് കാലഘട്ടത്തിനെ പറ്റി എന്താ പെട്ടെന്ന് ചോദിക്കുമ്പോ ഓർമ്മ വരുന്നത്? താങ്കൾ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ചെറുപ്പത്തിലായിരുന്നു പ്രയറൊക്കെ ചൊല്ലാൻ ഞാനായിരുന്നു. ചുറ്റും ഒരു 3 പിള്ളേർ, പുറത്ത് 3 പിള്ളേരുണ്ടാവും, നടുക്കില് ഞാനുണ്ടാവും. അതാണ് സത്യസന്ധത, ആ കുട്ടീന്റെ ഭാഗ്യം. സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമില്ലേ? ഇന്നാണ് കാവില വേല, വേലയ്ക്ക് പോവേണ്ട പെണ്ണാളെ. ഞാൻ മെയിൻ കാര്യം പറയാൻ പറഞ്ഞത് നമ്മുടെ മണിച്ചേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിലെ തത്തി കളിച്ചൊരു പൊൻസൂര്യൻ. നമുക്കിനി ഒരു കുസൃതി ചോദ്യത്തിലേക്ക് കടന്നാലോ? രാവിലെ 5 മണിക്കല്ല 5:30 എനിക്കിട്ട് സാധനം ചെയ്യണം. സാധനം എനിക്കാൻ നമുക്ക് മടിയായിരിക്കും, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അതിലൂടെ വേണം എന്നുള്ളൊരു പാഷൻ കൊണ്ട് നമ്മൾ മോഹൻലാൽ ഓർ മമ്മൂട്ടി. ബുദ്ധി ഉപയോഗിക്കണം മിസ്റ്റർ, ബുദ്ധി ഉപയോഗിക്കണം. എമ്പുരാൻ ഓർ ബില്ലാൽ? അർജിത് സിംഗ് ഓർ സിദ് ശ്രീറാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചൂസ് ചെയ്യും? ഈസി ടോക്സ് PC ടെയിൽസ്. സംഗീത ലോകത്തെ ശബ്ദങ്ങളെ അനുസ്മരിപ്പിക്കാനായി ഒരു പുതിയ ഇടം, ദ സൗണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായി എത്തിയിട്ടുള്ളത് നിരവധി സ്റ്റേജ് ഷോസിലൂടെയും ആൽബം സോങ്സിലൂടെയും പ്രശസ്തമായിട്ടുള്ള രാഹുൽ ഗൈവനാഥും. വെൽക്കം സർ. എങ്ങനെയുണ്ട്? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലെങ്കിൽ. രാഹുൽ, എൻ്റെ നാട് തന്നെ തൃശ്ശൂരാണ്. തൃശ്ശൂർ ചിറ്റാട്ടരയാണ് എൻ്റെ വീട്. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചിയുണ്ട്, ചേച്ചി മാരീഡാണ്. അച്ഛൻ മരിച്ചു. ഒന്നും കൂടെ ഒരു പാട്ട് പാടി ഇൻട്രൊഡ്യൂസ് ചെയ്താലാണ് ആൾക്കാർക്ക് മനസ്സിലാവാൻ തോന്നുന്നു. ഒരു പാട്ടായാലോ? രാഹുലിനെ പാടിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്? കൊഞ്ചും പെണ്ണും ഒരു പാട്ടുണ്ട്, ഫേവറേറ്റ് സോങ്. കൊഞ്ചും പെണ്ണെ നീല നീലാവത്ത് പൂമരച്ചോട്ടിലിരിക്കണതെന്തേ, കണ്ണും ചിമ്മി കാത്തിരിക്കാൻ കനവേകിയ കാമുകനെന്നവനെങ്ങോ. കൊഞ്ചും പെണ്ണെ നീല നീലാവത്ത് പൂമരച്ചോട്ടിലിരിക്കണതെന്തേ, കണ്ണും ചിമ്മി കാത്തിരിക്കാൻ കനവേകിയ കാമുകനെന്നവനെങ്ങോ. കരിവള കൈകളാലൻ കവിളോരം തഴുകിമല്ലേ, അന്നു തന്ന ചുംബനത്താൽ നിറയും ഒരു പുഞ്ചിരിയാൽ, എന്നിൽ നിറയും നിതാ നിന്മനം നിന്നിളം കൊഞ്ചലിൽ കൊഞ്ചലിൽ നാണം. ചന്തം വിടരുന്നൊര കൺകളിൽ മഞ്ഞുനീർത്തുള്ളികൾ എന്റെ പൊഴിഞ്ഞേ. കൊഞ്ചും പെണ്ണെ നീല നീലാവത്ത് പൂമരച്ചോട്ടിലിരിക്കണതെന്തേ, കണ്ണും ചിമ്മി കാത്തിരിക്കാൻ കനവേകിയ കാമുകനെന്നവനെങ്ങോ. അടിപൊളി. ഇതാണോ ആദ്യത്തെ പാട്ട്? ആദ്യത്തെ പാട്ടല്ല, ആദ്യത്തെ പാട്ട് മഞ്ഞ് തുറന്ന വഴിയിലെന്ന് പറഞ്ഞ പാട്ടാണ്. എല്ലാവർക്കും ആദ്യത്തെ പാട്ടായിരിക്കും. ആദ്യത്തെ പാട്ട് നല്ല കുഴപ്പമില്ലാത്തൊരു പാട്ടായിരുന്നു. നമ്മൾ പാട്ട് ചെയ്ത് ശ്യാം എന്ന് പറഞ്ഞൊരു ശ്യാം ചാലക്കുടിയുള്ള എഴുതിയത് രജീഷ് ദേവരാഗെന്ന് പറഞ്ഞ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള തന്നെ. അങ്ങനെയാണ് ഫസ്റ്റ് ആ പാട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏത് ഏജിലായിരുന്നു അത്? അതൊരു 10 എന്താ പറയാ, ഒരു 20, 19-20 ആ ഒരു ഏജില്. എത്ര നാളായി ഇപ്പൊ പാട്ട്? ഞാൻ പാടിയിട്ട് ഒരു 10-13 പാട്ടോളം പാടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു കാളി എന്ന് പറഞ്ഞിട്ടൊരു അരമണി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം നമ്മുടെ ബ്ലാക്ക് ബ്രോ ചാനലാണ്. അത് ചെയ്തിരിക്കുന്നത് സുജീഷ് വെള്ളാനി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്, നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. അതിപ്പോ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 മാസമായിട്ടുള്ളൂ. ഇത്രയും നാളൊരു ഗ്യാപ്പ് വരാൻ? ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡിങ് മാറി. ടിക്ടോക്ക് അവസരങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു പാട്ടിനോട് കൂടുതൽ കമ്പം, കൂടുതൽ റീച്ചൊക്കെ കിട്ടിയിരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അവിടത്തൊക്കെ മാറി ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നു.
ട്രെൻഡിങ് മാറിയപ്പം ആ ഒരു പാട്ടിനോടുള്ളൊരു ഇഷ്ടങ്ങളൊക്കെ കുറഞ്ഞു വരും. അപ്പം പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഡൗൺ ആക്കി. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡിവോഷൻ സോങ് ഞാൻ ചെയ്തത്. അങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ റെസ്പോൺസ് ഒക്കെ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ പേര് കുറെ എനിക്ക് കുറെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറെ പേരുണ്ടായിരുന്നു ഇങ്ങനെ പാട്ട് എന്താ ചെയ്യണില്ലേ, പുതിയ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ വെച്ചാൽ ഇതിന്റെ പിന്നിൽ നമുക്ക് ഫണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നല്ലാതെ നമുക്ക് കിട്ടാറില്ല. പിന്നെ രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല പോസിറ്റീവ് കമന്റ്സ് മാത്രമാണ് വരുന്നത്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത്? കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും. അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ തലയിടാറില്ല. മീൻസ് അങ്ങനെയല്ല, നമുക്ക് ഒരുവിധം നമ്മൾ വെറുപ്പിക്കാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പാടി നമ്മൾ കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളോട് ഒരു ഭാഗത്തിരിക്കുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അവരായിട്ട് മുൻഗണന എടുത്തിട്ട് ചെയ്യലാണ് ഇപ്പോൾ ചെയ്യാറ്. മീൻസ് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കൂടുതൽ നമ്മളിപ്പോൾ ഞാൻ ഇത്ര പാട്ട് പാടി അങ്ങനെ ഞാൻ പറഞ്ഞു നടക്കാറില്ല, അങ്ങനെ ചെയ്യാറുമില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ടോക്ക് ചെയ്യാറുള്ളൂ. ഇപ്പം ആരും ഞാൻ വെറുപ്പിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുകയാണെങ്കിലും ഇപ്പം പാട്ടിനെ സംബന്ധിച്ചില്ലാത്ത കാര്യങ്ങൾക്കായാലും നമ്മൾ അതേപോലെ നമ്മൾ പെരുമാറാറുള്ളൂ നമ്മൾ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാടിന്റെ കണ്ണിലുണ്ണിയാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എത്ര ഏജ് ഉണ്ട്? ഇപ്പൊ 28. നല്ല ഗേൾ ഫോളോയിങ് ഞാൻ കണ്ടു, ഫാൻ ഫോളോയിങ് നല്ല വണ്ണമുണ്ട്. കുറെ പേര് സ്റ്റോറി ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, കമന്റ് ചെയ്യുന്നു. കോഴിയാണോ? അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു, എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നു. പിന്നെ പാട്ടിലേക്ക് തിരിച്ചു. ഇപ്പൊ പുതിയ പാട്ട് ഏറ്റവും പുതിയതായിട്ട് ഈ അടുത്ത് റിലീസായ അരമണി, അതിനെ പറ്റി രണ്ടു വാക്ക്. ഞാന് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത്രയും പാട്ടുകൾ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു നമുക്കൊരു പാട്ട് ചെയ്യാം. കസിൻസ്, എൻ്റെ മേമര മോണ്ട് ചെപ്പു എന്ന് പറയും. അപ്പം ഞങ്ങളൊരു പരിപാടിക്ക് പോയി, ഒരു ഓണംകളിയുടെ ഒരു പരിപാടിക്ക് പോയപ്പം ഈ സുജീഷ് വെള്ളാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുള്ളത് വലിയൊരു അത്യാവശ്യം കഴിവുള്ള ഒരാളാണ്. അപ്പം കസിൻ ബ്രദർ പറഞ്ഞു നമുക്കൊരു പാട്ട് ചോദിച്ചു നോക്കിയൊക്കാം, ഇത്ര നാളൊരു ബ്രേക്ക് എടുത്തതല്ലേ, നമുക്കൊരു പോയൊരു വാക്ക് കിട്ടിയ നമുക്കൊരു ചാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുജീഷ് വെള്ളാനി എന്ന് പറഞ്ഞ ചേട്ടനെ പരിചയപ്പെടുന്നു. അന്നേക്ക് ചേട്ടൻ നല്ലൊരു വ്യക്തിയാണ്. നമുക്ക് പറഞ്ഞ അന്ന് തന്നെ പാട്ട് ചെയ്തു തന്നു. പാട്ടിൻ്റെ പിന്നിൽ ചേട്ടൻ തന്നെ ഒരുപാട് പിന്നാലെ നടന്നിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് സുജീഷ് ചേട്ടൻ. ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കായാലും റെക്കോർഡിങ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ട്. ഒരു പരിപാടിക്ക് വെച്ചാലും ഇന്ന പരിപാടി നമുക്ക് വിളിക്കും, രാവിലെ പരിപാടി ഉണ്ട് വായു എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എഴുതി തന്നൊരു പാട്ടാണ് കാളി, കറുത്തൊരു കാളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് വീരനാട്യം എന്നൊക്കെ പറഞ്ഞു, വീരനാട്യ സ്റ്റൈല്. അങ്ങനത്തെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇറക്കിയതാണ്. അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ കഴിഞ്ഞിട്ടുണ്ട്, 1,33,000 സംതിങ് ആയിട്ടുണ്ട്. നല്ലൊരു 1 മന്ത് 2 മാസമായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പൊ ഈ വന്ന വഴിയിൽ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചാൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദുരനുഭവമോ നല്ല അനുഭവമോ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്? എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഇപ്പം കുറച്ച് സ്റ്റേജ് ഷോസ് ഒക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിക്ക് മുന്നേ ഞാനൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യണ ചേട്ടന്മാരുടെ അടുത്ത് ചോദിക്കും, ചേട്ടൻ ഞാനൊരു പാട്ട് സംഭവം, അപ്പം നമുക്കൊരു ചാൻസ് ഉണ്ടോ ചോദിക്കുമ്പോൾ അവർ മീൻസ് എല്ലാവരും പറയാം നമുക്ക് ഞാൻ വിളിക്കാന്നല്ലേ പറയാം, നമുക്കൊരു ചാൻസ് തരൂല്ല. എനിക്ക് അങ്ങനത്തെ ഒരു കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ഞാനും ഒരു ചെറിയൊരു ടീം പോലെ വർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ആയാലും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തു പോകുന്നത്. RD Beats അല്ലേ? RD Beats അല്ല, വോയിസ് ഓഫ് ബീറ്റ്സ്. അപ്പം അങ്ങനെ പ്രോഗ്രാമൊക്കെ വിളിക്കും, അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു വിഷമമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിയിട്ട് നമുക്ക് കുറേ ഈ സിംഗേഴ്സിന്റെ അടുത്ത് നിന്നുള്ള കുറെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മീൻസ് സോങ്സിന് തന്നെ വന്നിട്ട് കുറച്ച് നല്ലതുണ്ട്, പൊട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ബാഡായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ വശത്ത് നല്ല വശങ്ങളുണ്ടല്ലോ, ഒത്തിരി ആൾക്കാർ അറിയുന്നു, അറിയപ്പെടുന്നു, വീട്ടുകാർക്ക് ഇത് നല്ല ഇത്
നല്ല പേരുണ്ടാക്കുന്നു, ആ നല്ല അടിപൊളി കാര്യങ്ങൾ വേറെ സൈഡിലുണ്ടല്ലോ. ഓ എനിക്കൊരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു. ചാലഞ്ചസ് ഇല്ലാത്ത വിന്നില്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ബ്രേക്ക് ആയതാണ് ഇത്രയും പ്രശ്നങ്ങളായത്. പിന്നെ വെച്ചാല് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പാട്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ട്രെൻഡിങ് ഒക്കെ മാറി, ഇപ്പൊ ആർക്കും അങ്ങനത്തെ ഒരു സോങ്സിനോട് ഒരു താല്പര്യം എന്നുള്ളതില്ല. ഇപ്പൊ ട്രെൻഡിങ് മാറി, അങ്ങനത്തെ സോങ്സ് ഒക്കെ ആയി. അങ്ങനെയൊക്കെയാണ്. നാടൻ പാട്ടിനോടൊരു നാടൻ പാട്ട് അല്ലെങ്കിൽ ഒരു ആൽബം സോങ്സിനോടൊരു ചെറിയൊരു കുറവ്, ബാക്കി സിനിമാറ്റിക് സോങ്സ് ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ വരുന്നത്, അതിനെങ്ങനെ കാണുന്നു? സിനിമ സോങ്സ് ആണ്. അത് ഞാൻ കൂടുതൽ കേൾക്കാറുള്ളത് സിനിമ സോങ്സ് ആണ്. തമിഴ്, ഹിന്ദി. തമിഴ് സിദ് ശ്രീറാമിന്റെ സോങ്സ്, പിന്നെ അർജിത് സിംഗിന്റെ സോങ്സ്. ഈ ആൽബം പറഞ്ഞിട്ട് മുന്നൊക്കെ ഞാൻ സിനിമ സോങ്സ് ഒക്കെ ഞാൻ ഫോളോ ചെയ്ത് പോയായിരുന്നു ടിക്ടോക്കിലൊക്കെ. അപ്പം അതിനുശേഷം ഇപ്പോഴായാലും അന്നായാലും പാട്ടുകൾ ഇപ്പം സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോഴായാലും നമ്മൾ തമിഴ്, ഹിന്ദി, സിദ് ശ്രീറാമിന്റെ പാട്ടുകളൊക്കെയാണ് കൂടുതൽ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകാറ്. ഒരു പാട്ട് ഞങ്ങൾക്ക് പാടാം, സിനിമാറ്റിക് സോങ്. ഓക്കെ, ഫേവറേറ്റ് സോങ് പാടാം. സിദ് ശ്രീറാമിന്റെ മറുവാർത്തെ പാടാം. മറുവാർത്തെ പേസാതെ മടി மீது நீ தூங்கிடு, இமை போல நான் காக்க கனவாய் நீ மாறிடு, மயில் தோகை போல விரல் உன்னை வருடும், மனம் பாடமாய் உரையாடல் நிகழ்வும், விழிநீரும் வீணாக இமை தாண்டி கூடாதுன்னு துளியாக நான் சேர்த்த கடலாக கண்ணானது, மறைந்தாலும் நான் உன்னை நினைக்காக நான் இல்லையே, பிரிந்தாலும் இயல்பு ഒരു പോതും പോയില്ലയേ. അടിപൊളി. പിന്നെ വേറെ ഏതൊക്കെ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറുള്ള ടൈപ്പ് ഓഫ് പാട്ടുകൾ? ഏത് ജോണർ ഓഫ് പാട്ടുകളാണ് കേൾക്കാറ്? കൂടുതൽ ഇതൊക്കെ തന്നെ. തമിഴ്, ശ്രീറാം, അർജിത് സിംഗ്. അർജിത് സിംഗിന്റെ ഒക്കെ പാട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് കേട്ടു തുടങ്ങിയത്. അർജിത് സിംഗിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾ? റോൾ മോഡൽ ആക്കാനൊക്കെ പറ്റിയ, എപ്പോഴും കേൾക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ? കുറെ പേരുണ്ട്. സിംഗേഴ്സ് ആകെ രണ്ടുപേരുള്ളൂ. അർജിത് സിംഗ്, സിദ് ശ്രീറാം. അവരുടെ പാട്ടുകളാണ് എപ്പോഴും റിപ്പീറ്റ്. അത് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. വേറെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ കഥകളി സംഗീതം പഠിച്ചിരുന്നു. ഇപ്പൊ ചെറിയ ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നത് സഞ്ജയ് ആശാനാണ്. അപ്പം 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കയറും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് മറ്റേ കച്ചേരി സോങ്സ് ഒക്കെ, അങ്ങനത്തെ സോങ്സ് ഒക്കെ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന സോങ്സ്. കച്ചേരി ചെയ്യാറുണ്ടോ? കച്ചേരിയില്ല, കഥകളി സംഗീതത്തിന് പഠിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ കയറിയിട്ടില്ല. അത് ഒരുവിധം ചെയ്തു വരുന്നുണ്ട്. അതാണ് അടുത്ത പ്ലാൻ. അടുത്ത് ചെയ്തോണ്ടിരിക്കും. അപ്പം അതുപോലെ ഇനി അപ്കമിങ് ആയിട്ട് വേറെ എന്തൊക്കെയാണ്? ഇതുപോലെ വേറെ പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാണ്? പാട്ടല്ലാതെ ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. കഴിവൊന്നുമില്ല. അല്ല, നമ്മളിപ്പം കളിക്കുക, ഡാൻസ് ചെയ്യും. അല്ലാത്തൊക്കെ നമുക്ക് കഴിവുകൾ ഇപ്പൊ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക്കിൽ മാത്രമാണ്. എപ്പോഴായാലും എങ്ങനെയായാലും ഇപ്പം ബൈക്കിൽ പോകുമ്പോഴൊക്കെ ആയാലും ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ പാടുമ്പോൾ അതിലൂടെ ഇങ്ങനെ കുറെ നമ്മൾ അതിൽ മുഴുകി ഇങ്ങനെ പാടുമ്പോൾ റോഡിന്റെ സൈഡിലൊക്കെ ആൾക്കാർക്ക് എന്ത് കുട്ടി ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതില നോക്കുക. കാരണം ഞാൻ ആ പാട്ടിൽ മുഴുകിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പാടിയിട്ട് പോകും. അല്ല, ഞാനത് പാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഫുൾ ടൈം പാട്ട് അറിയിക്കണം. അല്ല, അങ്ങനെ ഇതല്ല. പക്ഷെ നമുക്ക് ഓരോരോ പാട്ട് നമുക്ക് നല്ലൊരു അഡിക്റ്റ് ഒക്കെ തോന്നിയാൽ നമ്മളത് വെച്ച് ഇങ്ങനെ പാട്ട് പഠിക്കാം. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ ബൈക്കിൽ പോകുമ്പോഴായാലും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ ആ പാട്ട് പഠിക്കും. പാട്ട് പഠിച്ചിട്ടൊക്കെ നമ്മൾ ഓരോ റീലൊക്കെ ആയിട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണോ ബൈക്ക് ഓടിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് പഠിക്കില്ല എങ്ങനെയാ? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്കൊരു ഡയലോഗ് നേരെ പറയാൻ തന്നെ കുറെ നേരം ഞാൻ ബൈ ഹാർട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ പാട്ടൊക്കെ പാടുമ്പം സ്റ്റാർ സിംഗറിലാണെങ്കിലും അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിൽ ഇവർ ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് പാട്ടൊക്കെ പാടുന്നത് എങ്ങനെയാ? പാട്ട് പാടാൻ എനിക്കെന്ന് വെച്ചാൽ ഞാൻ എഴുതി പഠിക്കാറില്ല. പാടി അതെങ്ങനെ ബൈ ഹാർട്ട് ആവും? ഹെഡ്സെറ്റ് വെച്ച് എനിക്ക് ഭയങ്കര അതിശയമുള്ളൊരു കാര്യം അത്. നിങ്ങൾ എങ്ങനെ തെറ്റിക്കാതെ സ്റ്റേജിൽ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പാട്ടിന്റെ ഒരു ഡയലോഗ് തെറ്റിയാൽ മതി, പിച്ചും സാധനങ്ങളും ഓക്കെ.
ഇതൊക്കെ തെറ്റിക്കഴിഞ്ഞ് എങ്ങനെ ചെയ്യും? അങ്ങനെ പേടി ഉണ്ടായിട്ടുണ്ടോ തുടങ്ങുന്ന സമയത്ത്? അത് ഒരു ചെറുപ്പത്തിലാണ്. എന്താ പറയാ, 5ാം ക്ലാസ് മുതലാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ സ്കൂളിലൊക്കെ ഒരു നാടൻ പാട്ട് പാടിയിട്ട് ടീച്ചറിനെ എന്നെ, സുധ ടീച്ചർ എന്ന് പറയും, ടീച്ചറിനെ എന്നെ അങ്ങനെ ഒരു പാട്ട് പാടാൻ ഒരു കലയുണ്ടെന്നുള്ളത് അറിയിച്ച് അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഓരോ തൃശ്ശൂർക്കായാലും ഗുരുവായൂർക്കായാലും ലളിതഗാനം, നാടൻ പാട്ട്, അങ്ങനത്തെ ഓരോരോ പരിപാടിക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ പകുതി റിട്ടേൺ വരെ വന്നിട്ടുണ്ട് പേടിച്ചിട്ട്. അപ്പം എൻ്റെ പേര് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കയറിയിട്ട് പേടിച്ചിട്ട് ഞാൻ ഒന്ന് ഇറങ്ങി പോന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും ടീച്ചർ തള്ളി ഇട്ടിട്ടാണ് നമ്മൾ പോയി പാടാറ്. അങ്ങനെ ഒരു അനുഭവം. പിന്നെ എന്ന് വെച്ചാൽ അന്ന് ചെറുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ അന്ന് മൈക്കയിലായാലും പാടാനായാലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ചെറുപ്പല്ലേ. അപ്പം പേടി, നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നേരെ മറിച്ച് നമുക്കൊരു ഏജൊക്കെ ആയപ്പോൾ നമുക്കിപ്പോൾ ഒരു വേദി കിട്ടണം, വേദിയിൽ പാടണം, അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡാണ് ഇപ്പോഴും വരുന്നത്. ഇപ്പോഴായാലും ഇങ്ങനെ സംസാരിക്കണേലും പാടാനായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴൊക്കെയാണ് മാറി വന്നത്. ഏത് വയസ്സിൽ പാടാൻ തുടങ്ങിയതായിരുന്നു? ഞാനൊരു 5ാം ക്ലാസ്സിൽ ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചിട്ടുണ്ട്. 3 സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിലാണ്. പിന്നെ 5ാം ക്ലാസ് മുതൽ അത് കുറച്ച് പോയുള്ളൂ, കുറച്ച് പാടം വരെ പോയിട്ടുള്ളൂ. അതിൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്കൊരു ഫീസ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടും അതൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നില്ല അന്നും. പിന്നെ നമ്മൾ ഓരോരോ പുതിയ പാട്ടുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കും. ഈ പാട്ടിൽ എനിക്കൊരു അത്ഭുതം, നല്ല ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുള്ള പാട്ടുകാരനെ വെച്ചാൽ പറയാം അർജിത് സിംഗിൻ്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കുക. എനിക്ക് ഫീലിംഗ് എന്താണ്, പാട്ടിലൂടെ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് എനിക്ക് അറിയിച്ചു തന്നുള്ളൊരു വ്യക്തിയാണ് അർജിത് സിംഗ്. പുള്ളിക്കാരൻ്റെ സോങ്സ് ഒരുവിധം എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലാണ്, ഇപ്പോൾ അടുത്താണ് അടുത്ത വെച്ചാൽ കുറച്ച് ഇതായിട്ട് വന്നിട്ടുള്ളതാണ് സിദ് ശ്രീറാം. അങ്ങനെ സിദ് ശ്രീറാമിൻ്റെ പാട്ട് പാടി അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം പറഞ്ഞു എനിക്ക് സിദ് ശ്രീറാമിൻ്റെ പാട്ട് എനിക്ക് കുറച്ചും ചേരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ സ്റ്റൈലൊക്കെ എടുത്ത് നമ്മൾ പാടി അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ ചെയ്തു. 5 വയസ്സ് മുതൽ പാട്ട് പഠിച്ച് ഇനി ഒരു ഭാവിയിൽ അർജിത് സിംഗ് ആവണമെന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, അവർ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഭാവിയിൽ എന്താ പറയുക, അങ്ങനത്തെ ആഗ്രഹമുണ്ട്. ഉണ്ടാവും, നിറവേറും. ഓക്കെ. ഇപ്പം കലോത്സവങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ട്. കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. സെക്കൻഡ് കൂടുതലും അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്. സുധ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ നമ്മൾ ക്ലാസ്സിൽ നിന്ന് വലിച്ച് കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ച് പാടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ പോകുമല്ലോ ഓരോ സ്കൂൾ വഴി. അങ്ങനെ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്, തേർഡ്, ഫസ്റ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ലാത്ത നല്ലൊരു എനിക്ക് ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, അന്ന് ചെറുപ്പത്തിലായാലും നമുക്ക് പ്രയറൊക്കെ ചൊല്ലാൻ ഞാനായിരിക്കും. ചുറ്റും ഒരു 3 പെൺപിള്ളേർ, ഇപ്പുറത്ത് 3 പെൺപിള്ളേരുണ്ടാവും, നടുക്കിൽ ഞാനുണ്ടാവും. അന്നൊക്കെ പാടാൻ വിളിപ്പിച്ചാൽ അന്ന് എനിക്ക് ഭയങ്കര എന്താ പറയുക നാണക്കേടും, എനിക്ക് ഇഷ്ടമില്ല അന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. പക്ഷെ ഇന്നൊക്കെയാണ് അതിൻ്റെ ആ ഒരു വില മനസ്സിലാവണത്. അതിനോടൊക്കെ ഞാൻ ടീച്ചറോടൊക്കെ നന്ദി പറയുന്നു. മ്യൂസിക് ടീച്ചറായിരുന്നോ? മ്യൂസിക് ടീച്ചർ. ഇപ്പോൾ ടീച്ചർ കഥകളി ചെയ്തുകൊണ്ടിരിക്കുന്നു. കോണ്ടാക്ട് ഉണ്ടോ ഇപ്പോഴും? കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോഴേ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെല്ലാൻ പറ്റിയിട്ടില്ല. ഒരു 3-4 മാസമായി വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രീ ടൈം കിട്ടണില്ല. അപ്പം അതൊക്കെ ഒന്ന് ഫ്രീ ടൈം കിട്ടിയിട്ട് ചെല്ലാന്ന് വെച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ടീച്ചറൊക്കെ ഭയങ്കര എനിക്കൊരു എന്താ പറയുക, അത്രയും കിടപ്പാടുണ്ട് എനിക്ക് പറയാനുണ്ട്. ഇതുപോലെ കടപ്പാടുള്ള വേറെ ആൾക്കാർ ടീച്ചറെ പോലെ അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. എൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഫാമിലി, അളിയൻ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിലും. അളിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഭയങ്കര ഹീറോ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അളിയൻ. അളിയൻ്റെ പേര് പറയൂ? വൈശാഖ്. അളിയൻ്റെ പേര് വൈശാഖ്. അളിയൻ എല്ലാ കാര്യത്തിലും അതെ. ഇപ്പം എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിൽ നോ എന്ന് പറയുക അളിയനറിയില്ല. അളിയ ചെയ്തോ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സംസാരമാണ് അളിയൻ്റെ വായെന്ന് വരുള്ളൂ. എതിർത്തിട്ടൊന്നും ഒരു സംസാരം അളിയൻ സംസാരിക്കില്ല. പാട്ടിനായാലും എല്ലാ കാര്യത്തിനായാലും. ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ പാട്ടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അളിയൻ പോയി ചോദിക്കും. അതേപോലെയൊക്കെ തന്നെ നല്ല സപ്പോർട്ടാണ് അളിയൻ. ചേച്ചിയായാലും അമ്മയായാലും കസിൻസ്, മേമ, പാപ്പൻ, അങ്ങനെയൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുണ്ട്. എനിക്കിപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന അജു ബ്രോ, അതുപോലെ ഗാലറി വിഷൻ, എനിക്ക് അവരോട് നന്ദി പറയാനുണ്ട്. പിന്നെ ഈ ഗാലറി വിഷൻ്റെ അണ്ടറിൽ ഒരു പുതിയൊരു സോങ് വരുന്നുണ്ട്. അത് സോങ് ചെയ്തിട്ടുള്ളത്
വൈശാഖ് എന്ന് പറഞ്ഞാണ്. ഈ ഗാലറി ഇപ്പം നമുക്ക് തന്നുള്ളൊരു ഗാലറി വിഷൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ പുതിയൊരു പാട്ട്. ഞാൻ പാട്ട് വേണേൽ ഞാൻ രണ്ടുപേര് ചിലമ്പൊലിയേ ചിതക്കരികെ ചിരാതണയേ ചിലമ്പണിയേ ചികഞ്ഞാടും ചിലപ്പാളും ചതിക്കാനും ചെകുത്താനും ചെന്താരകം ചീന്തുന്നിടം ചെന്താർമിഴി ചോക്കുന്നിടം ചിലമ്പൊലിയേ ചിതക്കരികെ ചിരാതണയേ ചിലമ്പണിയേ. ഓക്കെ, ഇതാണ് പുതിയൊരു പാട്ട് ചെയ്യുന്നത്. കൂടുതലും ഇനി ഡിവോഷണൽ സോങ്സിലേക്ക് നീങ്ങുന്നുണ്ടോ? ഏത് സോങ്? റൊമാൻറ്റിക് സോങ്സ്? എനിക്ക് ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഇപ്പം അജുബ്രോ വിളിച്ചിട്ട് പറഞ്ഞ ഒരു പാട്ടിന് വിഷയം സംസാരിച്ചു. അപ്പം വൈശാഖിനെ കണക്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ മറ്റേ ബ്രഹ്മയോഗത്തിലൊക്കെ സോങ്സൊക്കെ ചെന്തേപുരി എന്നുള്ള പാട്ട്, അപ്പം അതേപോലത്തെ ഒരു ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പം അതും ഇതേപോലെ വൈശാഖ് പറഞ്ഞ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ചെയ്തു തന്ന ഒരു പാട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു മോഡൽ ചെയ്യാനാണ് കൂടുതൽ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ തമിഴ് മെലഡി പോലത്തെ അങ്ങനത്തെ സോങ്സ് മുന്നേ ചെയ്ത് വെച്ച പോലത്തെ സോങ്സ് ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, മീൻസ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള ഇപ്പോഴത്തെ പൊതുവെ ഇപ്പോൾ ട്രെൻഡിങ് മാറിയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പാട്ട് ഡിവോഷണൽ ആണെങ്കിലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ ടൈപ്പ് സോങ്സ് ആണെങ്കിലും കുഴപ്പമില്ലാതെ റീച്ച് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാനൊരു ആ ഒരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞത്. ഫാസ്റ്റ് ബീറ്റ്സിനെക്കാളും മെലഡിനോടാണ് എനിക്ക് ഇഷ്ടമില്ലെന്നല്ല, ഫാസ്റ്റ് പാട്ടിനായിട്ടും എനിക്ക് കൂടുതൽ എനിക്ക് ഇഷ്ടം. പിന്നെ ആ ഒരു ഇത് നമുക്ക് പ്ലാൻസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ മെലഡി സോങ്സ് ഒക്കെ പോകുമ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ഇപ്പൊ അർജിത് സിംഗിന്റെ ആയാലും സിദ്സ്രേന്റെ ആയാലും അതങ്ങനെ എനിക്ക് ഇങ്ങനെ ഫാസ്റ്റ് സോങ് ഞാൻ അങ്ങനെ കൂടുതൽ ഫോക്കസ് ട്രൈ ചെയ്തിട്ടില്ല. അയ്യോ അങ്ങനെ പറയാന്ന് വെച്ചെങ്കില് ഫാസ്റ്റ് സോങ് ഇല്ല, ഞാൻ ഫാസ്റ്റ് സോങ്സ് അങ്ങനെയായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ നോക്കി ചെയ്യാറില്ല. ഇങ്ങനത്തെ മെലഡി സോങ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കൂടുതൽ ഏത് പാട്ടുകൾ ഇപ്പം ഓരോരുത്തരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇന്ന ടൈപ്പ് ഓഫ് പാട്ടുകൾ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടുമല്ലോ, അതിലൊരു നല്ലൊരു വന്നിട്ടുള്ളൊരു നല്ലൊരു കമന്റ്, ഈ പാട്ട് നല്ല രസമായിരിക്കും ചേട്ടൻ പാടിക്കഴിഞ്ഞാൽ. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു? ഇട്ടിട്ടുണ്ട്. ബട്ട് നമുക്കത് വാട്സാപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോഴാണ് കൂടുതൽ ഈ പാട്ടിന്റെ സ്റ്റോറി ഇടുമ്പോഴാണ് പലപ്പോഴും പറയുന്നത് ഈ പാട്ടൊന്ന് ട്രൈ ചെയ്തു. കേസരി എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു സോങ് ആണ്. ഈ മ്യൂസീഷ്യൻസ് പൊതുവെ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്ത് വെള്ളത്തിനടിയിൽ മുങ്ങി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? ഞാൻ കഥകളി സംഗീതം ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ ആകെ 2 മാസമായിട്ടുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് 2 മാസം കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പം സാറ് പുലർച്ചെ വിളിക്കും, സഞ്ജയ് സാറ് പുലർച്ചെ വിളിച്ചിട്ട് പറയും, പുലർച്ചെ ഒരു 5 മണിക്ക് വിളിച്ചിട്ട് പറയും 6 മണിക്ക് മുന്നേ എത്തണം എന്ന് പറയും. അപ്പം നമ്മളിപ്പം രാവിലെ ക്ലാസ് അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് അല്ല 5:30 കഴിഞ്ഞിട്ട് സാധനം ചെയ്യാന്ന് പറയും. സാധാരണ നമുക്ക് മടിയായിരിക്കും, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അതിലൂടെ വേണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മളത് എനിക്കും സാധകം ചെയ്യും, പഠിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു മറ്റേ കഥകളി പുറപ്പാട് വരെ എത്തിയിട്ടുണ്ട് സംഗീതം. അപ്പൊ അത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ അർജിത് സിംഗ് ഓർ സിദ് ശ്രീറാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചൂസ് ചെയ്യും? ഓഫ് കോഴ്സ് അർജിത് സിംഗ്. മോഹൻലാൽ ഓർ മമ്മൂട്ടി? മോഹൻലാൽ. എമ്പുരാൻ ഓർ ബിലാൽ? എമ്പുരാന് ബുക്ക് ചെയ്തോ? ഇല്ല, സമയം കിട്ടിയില്ലേ? വേഗം ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ തീർന്നു പോവും. ഇപ്പൊ ടിക്ടോക്ക് കാലഘട്ടത്തിനെ പറ്റി എന്താ പെട്ടെന്ന് ചോദിക്കുമ്പോ ഓർമ്മ വരുന്നേ? ടിക്ടോക്ക് കാലഘട്ടം പറയാ നമ്മുടെ കണ്ണാപ്പി കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അതന്നെയാ. എന്താ പറയാ, കമന്റ്സിലൊക്കെ പറയും കണ്ണാപ്പി പാട്ടുകൾ എന്നൊക്കെ പറയും. മീൻസ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കുറെ പേര് അങ്ങനെ റീൽസ് അത്രയും നമ്മളെ ഇന്നാണ് കാവല ചെയ്തിട്ടുണ്ട് ടിക്ടോക്കിൽ ഇറങ്ങിയിട്ട്.
അതിലൊരു 1,13,000 ഉണ്ട്. നല്ല റീച്ചുള്ള റീച്ചുള്ള അതിൽ മറ്റേ വൈറലാക്കിയത് അരുൺ ടുട്ടൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് മറ്റേ തല ഇങ്ങനെ വെട്ടിച്ച് ഇന്നാണ് കാവിലെ വേല എന്ന് പറഞ്ഞത്. അപ്പം അതിലൂടെയാണ് വൈറലായത് ആ സോങ്. അങ്ങനെ ഒരുപാട് റീച്ചൊക്കെ കിട്ടി. അതെങ്ങനെയാ പാടിത്തരും? ആയിക്കോട്ടെ. അങ്ങനെ തലാട്ടിട്ട് അയ്യോ അങ്ങനെ എനിക്ക് തലാട്ടിട്ടൊന്നും പാടാൻ പറ്റില്ല. എനിക്ക് നോർമൽ നമ്മള് പാടുമ്പോ ഒറ്റ ശൈലം പോകും. അതിൽ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ ടിക്ടോക്ക് വീഡിയോയിൽ ചെയ്ത്? ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് നമ്മളിങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണ് പാടിയുള്ളതെന്ന് നമുക്ക് സ്വതവേ ഇപ്പം പൊതുവെ ആർക്കിപ്പോ അറിവ് കിട്ടിയിട്ടില്ല. കുത്തിപ്പോകേണ്ട സമയമായിരിക്കുന്നു. അത് കഴിഞ്ഞു. സത്യം പറഞ്ഞ സമയം കഴിഞ്ഞു. പാടാൻ ഇന്നാണേ കാവില വേല വേലയ്ക്ക് പോവണ്ട പെണ്ണാളെ ചന്തം നിറഞ്ഞൊര നിൻ കവിൽ പുഞ്ചിരി പൊട്ടുന്നണിഞ്ഞാട്ടെ. ഇന്നാണ് കാവില വേല വേലയ്ക്ക് പോവണ്ട പെണ്ണാളെ ചന്തം നിറഞ്ഞൊര നിൻ കവിൽ പുഞ്ചിരി പൊട്ടുന്നണിഞ്ഞാട്ടെ. കുപ്പി വളക്കയ്യാലെ കുഞ്ചിയതാ വഴിയോരത്ത് നുണക്കുഴിച്ചേലഴകായി നാണം കുണുങ്ങുവതെന്താണ്. മഴവില്ലഴകോളങ്ങളോ തഴുകുന്നു നിൻകവിളി പനി നീർമിഴികൾ തിരയുവതാരയായി. അരികിൽ അവനോ വന്നു പ്രാണനായി. ഇന്നാണ് കാവില വേല വേലയ്ക്ക് പോവണ്ട പെണ്ണാളെ ചന്തം നിറഞ്ഞുര നിൻ കവി പുഞ്ചിരി പൊട്ടുന്നണിഞ്ഞാട്ടെ. വേറെ ഏത് പാട്ടാ ഇഷ്ടമുള്ള? ഇപ്പൊ ഞാൻ പാടിയ ടൈം എപ്പോഴായിരുന്നു? 2019 ടിക്ടോക്ക് അവസരം തന്നെ അതിലൊക്കെ തന്നെ. പിന്നെ നമ്മൾ അഴകുള്ള പെണ്ണ് നിന്റെ അഴകുള്ള ചിരിയുന്നത് വിനോദ് എന്നല്ല എന്ന് പറഞ്ഞ ചേട്ടൻ. പുള്ളിക്കാരൻ ഓണക്കളിയിൽ ഒരു രാജാവാണ് ഓണക്കളി സംഗീതത്തിൽ. അപ്പം പുള്ളിക്കാരൻ ചെയ്ത സോങ്ങാണ് അഴകുള്ള പെണ്ണിന്റെ. അത് എഴുതി അനി ഇരിഞ്ഞാലുക്കട എന്നും ഒരു വഴിക്കിലൊക്കെ എഴുതിയ ചേട്ടൻ. അപ്പൊ അത് രണ്ടുപേരും പാടാം. അഴകുള്ള പെണ്ണെ നിന്റെ അഴകുള്ള ചിരി അലിഞ്ഞു പോയേക്കാം ഇന്നോ നാളെയോ. അഴകുള്ള പെണ്ണെ നിന്റെ അഴകുള്ള ചിരി അലിഞ്ഞു പോയേക്കാം ഇന്നോ നാളെയോ. വെറുതെ വഴി ഇനി ഞാൻ നീക്കവേ വരുമോ എൻ്റെ ഓമലേ. നിറമേ നേർത്ത നാണമേ വിരലാൽ കവിനുള്ളി ഇടവഴി വഴി നീളെ പൊഴിയും മഴയെ അവളരികെ. വിടരും ചിരിമുല്ല പെരിയാനില്ല പറയാതറിയും നിൻ ഹൃദയം. അഴകുള്ള പെണ്ണെ നിന്റെ അഴകുള്ള ചിരി അലിഞ്ഞു പോയേക്കാം ഇന്നോ നാളെയോ. അടിപൊളി. ടിക്ടോക്കിലൊക്കെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? ടിക്ടോക്കില് എനിക്ക് ഓർമ്മയില്ല. ഇൻസ്റ്റാഗ്രാമിൽ 7K. യൂട്യൂബില് ചാനൽ ഇല്ല? ചാനൽ തുടങ്ങണ്ടേ? ചാനൽ തുടങ്ങണം. സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലാത്ത ആഗ്രഹമുണ്ട്. എത്തിപ്പെടാൻ ടഫാണ്. ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ സപ്പോർട്ടൊക്കെ കുറവായതുകൊണ്ട്. കഴിവുള്ള ആൾക്കാരെ ഇപ്പൊ എല്ലാവർക്കും വേണം. അങ്ങനെയൊക്കെ ഇപ്പൊ മാറുന്നുണ്ട് അല്ലേ? പ്രൊഡ്യൂസേഴ്സും സ്പോൺസേഴ്സും ഒക്കെ നമുക്ക് വരും. നല്ല പാട്ടുകൾ, കഴിവുള്ള ആൾക്കാരെ എന്നൊക്കെ പ്രത്യാശിക്കുക അല്ലേ? നല്ല പാട്ടാണ്, നല്ല സൗണ്ടാണ്. അപ്പൊ എന്തേലും വരും അല്ലേ? ശുഭാപ്തി വിശ്വാസം, ദൈവവിശ്വാസം ഉണ്ടോ? ദൈവവിശ്വാസം ഉണ്ട്. ഞാൻ മറ്റേ അമ്പലത്തിലൊക്കെ കോമറാണ്, വിഷ്ണുമായുടെ കോമറാണ്. അതായത് ദൈവത്തിനോടും നമ്മൾ അങ്ങനെ നമ്മൾ വേണ്ടിയിട്ട് ചെയ്യാറില്ല ഒരു കാര്യം. എല്ലാ കാര്യങ്ങളായാലും നമ്മളൊരു പാട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പാട്ട് റെക്കോർഡിങ്ങിന് പോകുന്നുണ്ടെങ്കിലും നമ്മൾ അമ്പലത്തിൽ ദേവി അല്ലെങ്കിൽ വിഷ്ണുമായുടെ അമ്പലത്തിൽ വഴിപാടൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മൾ പോവാറ്. ദൈവവിശ്വാസം തന്നെയാണ്. ഓക്കെ, വേറൊരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. താങ്കൾ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? വളരെ സീരിയസ് ആണ്. കണ്ടോ, ഉത്തരവില്ല. കമ്മിറ്റഡ് ആണ്. കണ്ടോ, അതാണ് സത്യസന്ധത, ആ കുട്ടീന്റെ ഭാഗ്യം. പലരും പറയില്ല, ഇല്ല ഞാൻ സിംഗിൾ ആണ് എന്ന് പറയും.
കമ്മിറ്റഡ് ആണ്. വീട്ടിലൊക്കെ അറിയാം, നിശ്ചയിച്ച് ഉറപ്പിച്ച് കല്യാണം വരെ എത്തിയിട്ടുള്ള ആളാണോ? അങ്ങനെ എത്തിയിട്ടില്ല, എന്നാലും ഒരുവിധം എല്ലാവർക്കും അറിയാം. നല്ല സപ്പോർട്ടാണ് പാട്ടിനൊക്കെ? പാട്ടിനെയോ? പാട്ടിനോട് നല്ല ശരി, അല്ലേ? നല്ലൊരു ഇടയ്ക്കൊക്കെ അതെ പാട്ടിനോടൊക്കെ ഭയങ്കര. ആള് പാടുവോ? ഇല്ല പാടില്ല. പാടില്ല. പാട്ട് പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കാം, ടൈം ആവട്ടെ. ഓക്കെ. പിന്നെ ഇനിയൊരു ഫ്യൂച്ചർ വേറെ എന്താണ് കരിയർ ഓപ്ഷൻ ആയിട്ട്? മ്യൂസിക് തന്നെ കൊണ്ടുപോകാനാണ് പ്ലാൻ? അതത്രേ ഉള്ളൂ, മ്യൂസിക് തന്നെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട്. പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ ITI പഠിച്ചത്. ആ ഫീൽഡിലേക്ക് ഇനി വേണ്ട ശരിയാവില്ല. എനിക്ക് സത്യം പറയാൻ എനിക്ക് വെറുതെ പഠിച്ചു അതല്ലേ? അതാണ് എനിക്ക് മെയിനായിട്ട് ഇൻട്രസ്റ്റ് മ്യൂസിക്കിന്റെ ഫീൽഡിൽ പോകാൻ തന്നെയാണ് കൂടുതൽ ആഗ്രഹം. അച്ഛൻ മരിച്ചിട്ട് ഒരു 7 വർഷമായിട്ടുണ്ട്. അപ്പം അച്ഛനുള്ളപ്പോഴായാലും നമുക്ക് ഫണ്ടിന്റെ, നമുക്ക് ക്യാഷിന്റെ കുറെ പ്രോബ്ലം ആയിരുന്നു. നമുക്ക് അങ്ങനെ മ്യൂസിക്കിന്റെ ഫീൽഡിൽ പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെ പഠിക്കാനായിട്ട് പോയി. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വെച്ചാൽ മ്യൂസിക്കിന്റെ ആ ഒരു ഫീൽഡിലേക്ക് പോകാനായിരുന്നു നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്ക് അതവിടെ നിലച്ചു എന്ന് പറയാൻ. പ്രോഗ്രാമൊക്കെ കുറഞ്ഞു. പിന്നെ നമുക്ക് പുറത്തേക്കൊന്നും പോകാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയാലും നമുക്ക് അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വല്ലാണ്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഫേസ് ചെയ്യണം. അങ്ങനെ മ്യൂസിക്കിന് ഇനിയൊരു ബാൻഡൊക്കെ തുടങ്ങി കുറച്ചും കൂടി സെറ്റപ്പായി? എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുള്ള ഒരു ആഗ്രഹം സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി നമുക്ക് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയും നമുക്ക് ഒരു ഫണ്ട് ഇഷ്യൂ നല്ല പോലെ ഉണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ആഗ്രഹം. പിന്നെ ഫുൾ ടൈം പാട്ടൊക്കെ തന്നെ, വീട്ടിലായാലും ഫുൾ ടൈം പാട്ടൊക്കെ തന്നെ. അമ്മയ്ക്കൊക്കെ കുറേയൊക്കെ തൊഴിലൊക്കെയാണ് ഞാൻ. ഫുൾ ടൈം പാട്ട് പാടിയിരിക്കും. പിന്നെ തീർച്ചയായും എപ്പോഴായാലും ആർക്കായാലും എപ്പോഴും കേൾക്കുമ്പോ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ, അതൊക്കെ തന്നെ. ജോലി പോകുന്നുണ്ട്, ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ അതൊക്കെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ റീലൊന്നും ചെയ്യാറൊന്നുമില്ല, കുറവാണ്. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? ഓക്കെ. ഒരു 10 കൊല്ലത്തിന് ശേഷം രാഹുൽ ദേവനാഥം എങ്ങനെയായിരിക്കും? ഞാൻ പറയാ എല്ലാ ദൈവത്തിന്റെ കയ്യിലല്ലേ, നമുക്കൊന്നും നിശ്ചയിച്ച് പറയാൻ പറ്റില്ലല്ലോ. ദൈവം സഹായിച്ച് ഒരു നല്ല രീതിയിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നല്ലൊരു അർജിത് സിംഗിനെ പോലെ ഒരാളാവും. അർജിത് സിംഗിനെ പോലെ അല്ലെങ്കിലും ചെറിയ അർജിത് സിംഗ് ആയാലും മതി. ഞാൻ മെയിൻ കാര്യം പറയാൻ പറഞ്ഞത് നമ്മുടെ മണിച്ചേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? ആളുടെ പാട്ടുകളൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കുമല്ലോ. പുള്ളിക്കാരൻ്റെ ലെവല് വേറെ ആണല്ലോ. പുള്ളിക്കാരൻ്റെ പാട്ടുകൾ അധികം നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ പാട്ടുകളൊക്കെയാണ് അന്ന് ഇന്നും എന്താ പറയുക മണിനാഥം നിലയ്ക്കാതെ പോകണം ഒരു ടോക്കില്. അതൊക്കെ തന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് അന്നും ഇന്നും പുള്ളിക്കാരൻ മരിച്ചാലും ഇപ്പം ലോകം എല്ലാവരും അറിയണ ഒരു വ്യക്തി തന്നെയാണ് മണിച്ചേട്ടൻ എന്ന് പറയുന്ന ശൈലി. മണിയുടെ പാട്ടും ഇപ്പം പാട്ടിലൂടെയൊക്കെയാണ് കൂടുതൽ ഇപ്പം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്രെൻഡിങ് ഇപ്പോൾ ഒരു വീരനാട്യം എന്ന് പറഞ്ഞൊരു കളികളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് മണിച്ചേട്ടൻ്റെ പാട്ട് ഉണ്ടെങ്കിലാണ് ഒരോളം. മണിച്ചേട്ടൻ്റെ മറ്റേ നേരെ പടിഞ്ഞാറ് സൂര്യൻ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ നമുക്ക് നല്ലൊരു പുള്ളിക്കാരൻ എന്നെ ഓർക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലേ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലേ, 28 കെട്ട് കെട്ടുമ്പോൾ കുട്ട വിളി ഉയരുമ്പോൾ, ഉപ്പും പുളി ചേർത്തു കുഴച്ച് കുട്ടി നുണഞ്ഞു ചിരിച്ച കുട്ട, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലേ, ഏതോരു കർക്കിടരാവ് ഉണ്ണാതെ ഉറങ്ങുന്ന രാവ്, ഇന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലേ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലേ. അർജിത് സിംഗിന്റെ ഒരു പാട്ടും കൂടെ ഒന്ന് പാടാവോ നമുക്ക് വേണ്ടി? ഓക്കെ. അർജിത് സിംഗിന്റെ മാത്രം പാടിയിട്ടില്ല,
ഓക്കെ പാടാം. കേസരിയ എന്ന് പറഞ്ഞ സോങ് കൂടെ. മുझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरिया काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरे फिक्र में रैन सारी तेरी हैर बनाऊं केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं നമുക്കിനി ഒരു കുസൃതി ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ചേക്കട്ടെ. മ്യൂസിക് റിലേറ്റഡ് ആണ്. മ്യൂസിക് റിലേറ്റഡ് അല്ല, എന്നാലും വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിലാണോ ലാസ്റ്റ് ബെഞ്ചിലാണോ ഇരിക്കാറ്? ലാസ്റ്റ് ബെഞ്ച്, ഓഫ് കോഴ്സ്. അപ്പൊ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്നിട്ട് കൊട്ടി പാടിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ട്. അപ്പൊ ഈ ഡ്രമ്മേഴ്സ് എപ്പോഴും ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്. ഡ്രമ്മേഴ്സ് എന്തായിരിക്കും ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് ചെയ്യാ? കൊട്ടും. കൊട്ടുന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? ബീറ്റ്. ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് ബീറ്റ് കിട്ടുമല്ലോ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണമെങ്കിൽ അധികം ബീറ്റ് കിട്ടാറില്ലല്ലോ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന്. ബാക്ക് ബെഞ്ചിൽ ഇരിക്കണ ബീറ്റ് കിട്ടുക. ബുദ്ധി ഉപയോഗിക്കണം മിസ്റ്റർ, ബുദ്ധി ഉപയോഗിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, മ്യൂസീഷ്യൻസ് റിഹേഴ്സലിന് വരാൻ ലേറ്റ് ആവും എന്ന് കേൾക്കാറുണ്ട്. മ്യൂസീഷ്യൻസ് റിഹേഴ്സലിന് വരാൻ ലേറ്റ് ആവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവര് ലേറ്റ് ആവുന്നത്? അറിഞ്ഞോടാ? ആലോചിച്ചോക്ക്, എന്തുകൊണ്ടായിരിക്കും അവര് ലേറ്റ് ആവുന്നത്? മ്യൂസീഷ്യൻസ്, പാട്ട് പാടുന്ന ആൾക്കാർ റിഹേഴ്സലിന് വരുമ്പം ലേറ്റ് ആവുന്നത് എന്തുകൊണ്ട്? വലിയ വലിയ മ്യൂസീഷ്യൻസ് ഒക്കെ, അല്ലെങ്കിൽ നോർമൽ മ്യൂസീഷ്യൻസും ലേറ്റ് ആവും. അല്ല, എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് ലേറ്റ് ആവും. ഞാനിപ്പോ ഇന്ന് ലേറ്റ് ആയി, വലിയ ലേറ്റ് ആയിട്ടില്ല. പ്രത്യേകിച്ച് പാട്ടുകാരുടെ പോയിന്റ് ഓഫ് പാട്ടിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ട്. അപ്പൊ അവർക്ക് എണീറ്റ് വരാൻ കുറച്ച് സമയമൊക്കെ കൊടുക്കണ്ടേ നമ്മള്. അപ്പൊ ഭാവിയില് സിനിമയിൽ പാടാനും അതുപോലെ അർജിത് സിംഗിനെയും ശ്രീറാമിനെയൊക്കെ പോലെ അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. പണി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും. അതിനൊരു റിസൾട്ട് പടച്ചോൻ തരും. അത് ഇന്നാവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവണം. നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാ. അപ്പൊ അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ അറിയപ്പെടുന്ന, നാടിനും വീടിനും കണ്ണിലുണ്ണിയായി ഒരു പാട്ടുകാരനാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.